സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഒരു അടിപൊളി നെയ്ച്ചോറായിട്ടാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നമ്മുടെ റേഷനറി ആയിട്ടുള്ള പച്ചരി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കുക്കറാണ്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുക്കർ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നെയ്യ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നെയ്ച്ചോറിൻ്റെ പേര് വരുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഡാൽഡ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാൽഡ യൂസ് ചെയ്യാം, പക്ഷേ നെയ്യാണ് അതിന് നല്ലത്. ഇനി ഇതിലേക്ക് ഏലക്കായയും പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ മസാലകളുണ്ടോ, സ്പൈസസ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിനാണല്ലോ നമ്മൾ പച്ചരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് അത് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് സൈഡിലിരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും ആണല്ലോ പൊതുവെ ഇടുന്നത്. ചിലവർ മാത്രം സവോള ഇടും. അപ്പം ഞാൻ ഈ ഒരു ക്യാരറ്റ് മാത്രമാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴന്ന് വന്ന സമയത്ത് നമ്മൾ ഈ കഴുകി ഊറ്റി വെച്ച പച്ചരി ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു റൈസ് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ വാട്ടിയെടുക്കണം. ഇതിങ്ങനെ വറക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വേണം. അപ്പോൾ ഈ അരി നമ്മൾ അളന്നെടുത്ത ആ പാത്രം ഉണ്ടല്ലോ, ഗ്ലാസ്, അതിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. ഈ ഒരു കണക്കിനാണ് നിങ്ങൾ വെള്ളം എടുക്കേണ്ടത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ നിങ്ങൾ എത്രയാണ് അരി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിലേക്ക് ഓരോ കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കുക കേട്ടോ. തിളച്ച വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം എടുത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ സമയത്താണ് നമ്മൾ ചോറിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ചോറിക്ക് എപ്പോഴും കുറച്ചൊരു പൊടിക്ക് മുമ്പിൽ നിൽക്കണം എന്നാണ് പറയുക. എന്നാലേ നമുക്കത് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ഞാനിത് കുക്കർ അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിലാണ് അടുപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് തുറക്കരുത്. ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് ഇതൊക്കെ പോവട്ടെ, ആവിയൊക്കെ പോട്ടെ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ തുറക്കുമ്പോൾ ആവി ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ നമ്മളിത് പതുക്കെ തുറന്നെടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് തുറന്ന് വലിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ മുഖമൊക്കെ പോവും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എന്തപ്പം ഉണ്ടാക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ബിരിയാണി അരി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഒരു പച്ചരി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിഷാണെന്ന് പറഞ്ഞാൽ റൈസാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ, ഈ ഒരു റൈസിൻ്റെ റെസിപ്പി. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്താ പറയുക, കൂടെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോഴാണല്ലോ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.